ഇന്ന് പലരിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, മൂന്നാം ഡോസ് അനിവാര്യമാണോ? നമ്മുടെ ഗവൺമെൻറ് മൂന്നാം ഡോസ് പ്രധാനമായും നമ്മൾ ഉന്നയിക്കുന്നത് 60 വയസ്സും അതുപോലെ തന്നെ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് വേണ്ടിയാണ്. എന്താണ് ഈ മൂന്നാം ഡോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? കാരണം 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പരിപൂർണമായിട്ട് ഈ കൊറോണയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മളിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. പ്രധാനമായിട്ടും 1ഉം 2ഉം ഡോസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞാണ് ഈ മൂന്നാമത്തെ ഡോസ് എടുക്കേണ്ട ആവശ്യം. ആ 90 ദിവസം നിങ്ങൾ മൂന്നാം ഡോസ് എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി നോക്കുമ്പോൾ 2ാം ഡോസ് കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് ഏകദേശം ഇത് ഒരു 58 തൊട്ട് 48% വരെ താഴോട്ട് പോവുകയാണ്. അതായത് 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ ഡോസിൻ്റെ സമയം, അതായത് 90 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഏകദേശം 48% മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു ഡോസും കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോജനം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഏകദേശം 90% അല്ലെങ്കിൽ 88% ഉയരുക എന്നുള്ളതാണ്. ഈ ഇമ്മ്യൂണിറ്റി ഉയരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൊറോണ വരരുത് എന്ന് നിർബന്ധമില്ല. എന്തിനാണ് നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്നത്? ഈ വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾക്ക് കൊറോണ വരാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല. വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സാധാരണ നമ്മൾ കൊറോണ വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് മാസ്ക് ഉപയോഗിക്കുക, സാമൂഹിക അകലം പ്രാപിക്കുക, കൈകൾ കഴുകുക, അതുപോലെ തന്നെ കൂട്ടം കൂടാതെ ഇരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് കൊറോണ വരാതിരിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ മൂന്നാമത്തെ വാക്സിൻ എടുക്കുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കൊറോണ വൈറസ് അല്ലെങ്കിൽ ഒമിക്രോൺ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒമിക്രോണിൻ്റെ തീവ്രത കുറഞ്ഞിരിക്കും. തീവ്രത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നേരത്തെയുള്ള നമ്മളുടെ വൈറസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ശ്വാസം മുട്ടലുണ്ടാകും, ICU മാറ്റണം, ചിലപ്പോൾ മരണം സംഭവിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലൊരു ശതമാനം വരെ വാക്സിനേഷൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്തവർക്ക് വളരെ കുറച്ച് മാത്രമേ കാണുന്നത്. അതായത് പ്രധാനപ്പെട്ട ഒരു ഘടകം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒമിക്രോൺ വൈറസിന് പരിപൂർണമായിട്ട് ഭേദമാകുന്നതിനായിട്ട് സാധിക്കും. അതേസമയം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ 3rd വാക്സിനേഷൻ എടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള വാക്സിനേഷനും എടുത്തിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ശരീരത്തിലെ ആരോഗ്യത്തിൻ്റെ തീവ്രത കൂടുതലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടം മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ICU കിടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ആ ഒരു കാര്യം പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വന്നിട്ട് നമുക്ക് ഈ രോഗത്തിൽ നിന്ന് തീവ്രത കൂടാതെ രക്ഷപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോജനം കൊണ്ടാണ് നമ്മൾ ഈ 3 ഡോസ് എടുക്കണമെന്ന് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. നമുക്കിപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് 60 വയസ്സിന് മുകളിൽ ഉള്ളവരുടെയും അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ 60 വയസ്സിന് താഴെയുള്ളവർ മാരകമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ഏതെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവർ, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ക്യാൻസറൊക്കെ ബാധിച്ച് ഏതെങ്കിലും കാരണവശാൽ അതിന് മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും 60 വയസ്സിൽ താഴെയാണെങ്കിൽ തന്നെയും അവർ 3rd ഡോസ് വാക്സിനേഷൻ എടുത്തിരിക്കണം. ഇനി 3rd ഡോസ് വാക്സിനേഷൻ എടുക്കുമ്പോൾ പലരും ചോദിക്കുന്നത്, എനിക്ക് 2 ഡോസ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു, ഞാൻ 3rd ഡോസ് എടുക്കുന്നത് എപ്പോൾ? എനിക്ക് അതിനിടയ്ക്കൊരു ഒമിക്രോൺ അല്ലെങ്കിൽ ഒരു വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ 2nd ഡോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഇൻഫെക്ഷനാണ്, കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് 4 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ 3rd ഡോസ് എടുക്കുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3rd ഡോസ് നമ്മൾ ഈ കൊറോണ വൈറസിൽ നിന്ന് വിമുക്തി നേടുന്നതിന് വേണ്ടിയല്ല, കൊറോണ വൈറസ് നമ്മൾക്ക് ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ഒമിക്രോൺ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ 3ാമത്തെ ഡോസ് എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് അതിന് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് പോലെ 60 വയസ്സിൽ കൂടിയുള്ള എല്ലാവരും തന്നെ 3rd ഡോസ് വാക്സിൻ എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ.